ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നാടായ നിലമ്പൂരിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കനോലി പ്ലോട്ടിലെ നമ്മുടെ പഴയ തേക്കിൻ തോട്ടം. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ നമ്പറെല്ലാം പറഞ്ഞു കൊടുക്കണം. അത് ഇവിടുത്തെ ഒരു റൂളാണ്. അതുകൊണ്ട് നമ്മൾ ആ റൂൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ എല്ലാം പറഞ്ഞു കൊടുത്ത് ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. എൻ്റെ വാഹനം പുറത്താണ് ഞാൻ പാർക്ക് ചെയ്തത്. വാഹനം അകത്തേക്ക് കയറ്റണമെങ്കിൽ കയറ്റാം, അതിന് പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നു. അവരെന്നോട് പറഞ്ഞത് 40 രൂപ എൻട്രി ഫീസ് മാത്രമെന്നാണ്. ഇനി ഉള്ളിൽ വേറെ ടിക്കറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ സൈൻ ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് കാണാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഭാഗത്തൊന്നും ആൾക്കാരില്ല. ആൾക്കാരെല്ലാവരും തൊട്ടപ്പുറത്തേക്കാണ് പോയത്. എന്തായാലും നമുക്കെല്ലാം കാണണമല്ലോ. ജസ്റ്റ് ഞാൻ വ്ളോഗായിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കാണിക്കണം എന്ന ഉദ്ദേശത്തിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് നടന്നു. ശരിക്കും ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും കാടിനകത്തു കൂടെ പോകുന്നൊരു ഫീല് നമുക്കുണ്ടാകുന്നത്. വിജനമായ സ്ഥലം, കാടിനകത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു ഫീലാണ്. ശരിക്കും നന്നായി ഞാൻ ഈ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. മുമ്പ് ഇവിടെ എന്തൊക്കെയോ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ബാക്കി പത്രമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മുന്നോട്ട് നടന്നു. വിജനമായ സ്ഥലത്തിലൂടെ വീണ്ടും നടത്താൻ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതാ വീണ്ടും സൈൻ ബോർഡ്. കഫ്തീരിയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ കഫ്തീരിയൊന്നും അവിടെ ഇല്ല. സൈൻ ബോർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തോ ഇലക്ട്രിക്കൽ ഷോക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. എനിക്കറിയാം ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ലയെന്ന്. കുറച്ചങ്ങോട്ട് നടന്നു പോയപ്പോൾ ചടച്ചി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു തേക്കിൻ മരത്തിന്മേൽ. ചിലപ്പോൾ ആ തേക്കിൻ മരത്തിൻ്റെ ഇനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഇനത്തിൽപ്പെട്ട തേക്കുകളായിരിക്കാം ഇവിടെയുള്ളത്. ഒരൊറ്റ എണ്ണത്തിൽ മാത്രമേ ഞാനത് കണ്ടുള്ളൂ. അപ്പോൾ എല്ലാ തേക്കും ആ ഇനത്തിൽപ്പെട്ടതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അവിടെ ആരും ഇല്ല. അതുകൊണ്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് വീണ്ടും വന്ന വഴി തന്നെ തിരിച്ച് നടന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഒരു സൈൻ ബോർഡ് കാണുന്നത്. ഹെർബൽ ഗാർഡൻ ആണ് ഞാൻ ആ ബോർഡിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. അവർ ഒരു കമ്പിവേലി കൊണ്ട് അടച്ചതാണ്. ചിലപ്പോൾ ഇതെല്ലാം നശിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാവും. എങ്കിലും പുറത്തുനിന്ന് ഞാൻ പരമാവധി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെർബൽ, അതായത് ആയുർവേദ മരുന്നിനെല്ലാം ഉപയോഗിക്കുന്ന മരുന്ന് വിഭാഗത്തിൽപ്പെട്ട ചെടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഉള്ളിൽ കാണാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നടന്നു പോയപ്പോൾ വീണ്ടും ഞാനൊരു സൈൻ ബോർഡ് കണ്ടു. അതിൽ കുറച്ചങ്ങോട്ട് അടിയിലേക്ക് പോയ സമയത്ത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ നക്ഷത്ര വനം എക്സിറ്റ്, ആ ഭാഗത്താണ് നക്ഷത്ര വനം ഉള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനിയും അതും ഇത് അടച്ചിട്ടതാണോ എന്നറിയില്ല. അല്ല, ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. എന്താണ് നക്ഷത്ര വനം എന്ന് നമുക്കറിയില്ല. അകത്ത് കയറി നോക്കാം നക്ഷത്ര വനം എന്താണെന്നുള്ളത്. അകത്തേക്ക് കയറിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മുടെ ഓരോ നാളുകൾ ഉണ്ടാവില്ലേ, നക്ഷത്രങ്ങൾ, നമ്മുടെ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. അപ്പോൾ എൻ്റെ നാളായ മകം നാളിന് നേരെ പേരാൽ. അപ്പോൾ നമ്മുടെ ഓരോ നാളിന് നേരെ ഓരോ വൃക്ഷത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നക്ഷത്ര വനം എന്ന് പറയുന്നത്. ഒരുപാട് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാൾ നിങ്ങൾ എന്തായാലും ഇവിടെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് എല്ലാ നാളും ഒപ്പിയെടുക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും. എന്തായാലും എൻ്റെ നാളിന് നേരെ വേരാൽ എന്നാണ് എഴുതി വെച്ചത്. എൻ്റെ നാൾ മകം എന്നാണ്. വീണ്ടും കുറച്ച് നടന്ന് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നുള്ള ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ബട്ടർഫ്ലൈ ഗാർഡൻ എന്താണെന്ന്, എത്രത്തോളം ബട്ടർഫ്ലൈ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ബട്ടർഫ്ലൈ ഇവിടെ ഉണ്ട് എന്നാണ് പറയണത്. നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. കാണാൻ സാധ്യത വളരെ കുറവാണ്. എൻ്റെ ഈ ക്യാമറയിൽ എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ പരമാവധി നോക്കാം. അവിടെ ഇടയ്ക്കായിട്ട് പാറി പോകുന്നുണ്ട്. പക്ഷേ
നമുക്കത് പകർത്തിയെടുക്കാൻ സാധിക്കില്ല. എങ്കിലും കുറച്ചൊന്ന് പോയി നോക്കി, ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും കൂടി ഒന്ന് പോയി നോക്കി. ശരിക്കും ആ ഒരു ഫോറസ്റ്റിൻ്റെ കാടിൻ്റെ ഒരു ഭംഗി എല്ലായിടത്തിലും ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആളുകളില്ലാത്ത സ്ഥലമാണ്. ഇവിടെയൊന്നും ആരും കാണുന്നില്ല. എല്ലാവരും അപ്പുറം ജങ്കാറുണ്ട് അപ്പുറത്ത്, അതിൽ കൂടെയാണ് ആൾക്കാർ പോകാൻ. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകണം. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ആൾക്കാരില്ല. ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാം എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ വന്നത്. അപ്പോൾ ഇവിടെ ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ തിരിച്ചു പോന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോർഡ് കാണുന്നത്. അതായത് നമ്മുടെ മൃഗങ്ങളുടെ ആയുസിനെ കുറിച്ച് ഉള്ള ഒരു ബോർഡ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്പോട്ടഡ് ഡിയറിന് 15 വർഷം ടൈഗറിന് 25 വർഷമാണ് കാണിക്കുന്നത്. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ ഇനി എനിക്ക് തേക്കിൻ മരങ്ങളും തേക്കിൻ തോട്ടവും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജങ്കാറ് കടന്ന് അപ്പുറത്തേക്ക് എത്തണം. ജങ്കാറിൻ്റെ ടിക്കറ്റ് ഞാനെടുത്തു. 50 രൂപയാണ് ജങ്കാറിൻ്റെ ടിക്കറ്റ്. മുമ്പ് അവിടെ ഒരു തൂക്കുപാലമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, നിലമ്പൂരിനെ പിടിച്ചു കുലുക്കിയ പ്രളയം ഉണ്ടായിരുന്നു 2020. ആ ഒരു സമയത്ത് ആ തൂക്കുപാലങ്ങളെല്ലാം ഒലിച്ചുപോയി. അതുകൊണ്ട് നമ്മൾക്ക് 50 രൂപ ജങ്കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് അപ്പുറത്തെത്തണം. ഇനി ഞാൻ എൻ്റെ തമ്പനയിൽ കാണിച്ചത് വളരെ വ്യക്തമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1846 ഇത് നിർമ്മിച്ചത്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിന് വെച്ച് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം എന്ന് വ്യക്തമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ച് വനം വകുപ്പ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഞാനിത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ ജങ്കാറിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നടന്നു പോയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ട്. ഇത്രയും മനോഹരമായ ഈ ഒരു കാട്ടിൽ വെച്ചിട്ട് ആർക്കാണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എറിയാനായിട്ട് തോന്നുന്നത്? നിങ്ങൾ നോക്കൂ, ഇത്രയും നല്ല ഒരു കാട്ടിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ കളയണമെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്. ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജങ്കാർ അപ്പുറത്തെ സൈഡിലാണ്. അപ്പുറത്തുനിന്ന് ഒരുപാട് യാത്രക്കാരുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടായിരിക്കാം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അത് വരുന്നത് വരെ. അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ 50 റുപ്യക്കല്ലേ പോയി. അന്നത് ഈ പാലത്തും കൂടെ നേരെ പോയാ അപ്പുറത്തില്ല. അങ്ങനെ ജങ്കാർ നമ്മുടെ അടുത്തെത്തി. ഞാൻ ജങ്കാറിൽ കയറി. വളരെ കുറച്ച് ആൾക്കാരെ ഇപ്പോൾ ഉള്ളൂ, കാരണം ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. അങ്ങനെ നമ്മൾ ജങ്കാറ് ഇങ്ങനെ വലിച്ചിട്ട് അപ്പുറത്തേക്ക് എത്തണം. നമുക്ക് സേഫ്റ്റി ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട്. അത് ആരും ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. എങ്കിലും അവിടെ സേഫ്റ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പണ്ട് ഇവിടെ ഒരു തൂക്കുപാലമായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ആ തൂക്കുപാലത്തിലൂടെ. അന്ന് നമുക്ക് വേറൊരു ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഒരു വരുമാന മാർഗം കൂടി ആയി അവർ ഉപയോഗിക്കുന്നു. 50 രൂപ ജങ്കാറിന് വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് എത്തി. അപ്പുറത്താണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിലുള്ള തേക്കിൻ തോട്ടം. ഇതാണ് ഞാൻ എൻ്റെ വീഡിയോൻ്റെ തമ്പനയിലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള തേക്കിൻ തോട്ടം, ഏറ്റവും പഴയ തേക്കിൻ തോട്ടം. അവിടെ ഉള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വളരെ നല്ല ഒരു അന്തരീക്ഷവും നല്ല ക്ലൈമറ്റും കാര്യങ്ങളാണ് വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ഏത് വർഷമാണ് ഉണ്ടാക്കിയതെന്നും ആരാണ് ഇതുണ്ടാക്കിയതെന്നും ആരുടെ നേതൃത്വത്തിലാണ് പണിയെല്ലാം കഴിപ്പിച്ചത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുള്ള സമയം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് നമ്മളെ ഭീമൻ തേക്കിനെ കാണുന്നത്. ഇതിൻ്റെ വലുപ്പം നോക്കൂ നിങ്ങൾ, എത്ര വലുപ്പമാണ് ഇവിടെ. എത്ര പേര് വട്ടം ചുറ്റി നിന്നാലും തീരില്ല, അത്രയധികം വലുപ്പമാണ്. ഇത് കാണാത്ത ആൾക്കാർ തീർച്ചയായും കാണാനായിട്ട് വരണം. കാരണം ഇത്രയും വലിയ തേക്കെല്ലാം നമ്മളെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുമോ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്കറിയില്ല. അതുപോലെയുള്ള വലിയ വലിയ തേക്കുകൾ ഒരുപാടുണ്ട്. നമ്മൾ തേക്കിൻ തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്.
അതുപോലെ തന്നെ വളരെ വലിയ മറ്റൊരു തേക്കിൻ തൈ കൂടി. ഇത് അത്ര വലിപ്പമില്ല എങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട് താനും. എല്ലാം ഇതുപോലെ തന്നെ 3-4 ആൾക്കാർക്ക്, 4 അല്ല, ഒരു 6-7 പേര് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇതിനുണ്ട്. അപ്പോൾ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പിന്നെ ഇവിടുത്തെ കാടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷവും അവിടുത്തെ ശബ്ദങ്ങളും എല്ലാം ഭയങ്കര മനോഹരമാണ്. തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഇത് മനുഷ്യനിർമ്മിതമാണെങ്കിലും പ്രകൃതിയുടെ ഈ കാഴ്ചകൾ തീർച്ചയായും നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയേകുന്നതാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്ന ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഇതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര നല്ലൊരു മനോഹരമായ സ്ഥലങ്ങൾ ഈ ഭൂമിയിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും. ഇത്രയും നല്ല രീതിയിൽ നട്ടു വളർത്തിയിട്ടുള്ള ഒരുപാട് കാടിനകത്തേക്കുള്ള ഇത്ര ഫ്രീ ആയിട്ടുള്ള നടത്തം കാര്യങ്ങളെല്ലാം ഭയങ്കര വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.